ഈ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ലാണിത്. സോളാർ വെച്ചിട്ട് വീട്ടിൽ വരുന്ന 18ാമത്തെ കറണ്ട് ബില്ലാണിത്. വീട്ടിൽ സോളാർ വെച്ചിട്ട് 1.5 കൊല്ലമായി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സോളാർ വെക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ, ഈ 18 ബില്ലുകൾ കമ്പയർ ചെയ്തിട്ട്, അതേപോലെ എന്തൊക്കെ മെയിൻ്റനൻസ് ആണ് ഉണ്ടാവുക, അതേപോലെ ആരൊക്കെ വെക്കണം, ആർക്കൊക്കെ ഞാൻ സോളാർ വെക്കാൻ സജസ്റ്റ് ചെയ്യാം, അതേപോലെ ആൾറെഡി വെച്ച ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓരോ പെർഫോമൻസിനെ പറ്റിയൊക്കെ എന്താ പറയുക, ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തെ വീട്ടിൽ സോളാർ വെച്ചിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 100ഓളം റൂഫ് ടോപ്പ് സോളാറിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തതിന്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വീട്ടിൽ സോളാർ പ്ലാന്റിൻ്റെ സ്പെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചത് ഒരു 3 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് പ്ലാന്റ് ആണ്. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മളെ വീട്ടിലെ കൺസംഷൻ കഴിഞ്ഞിട്ട് നേരെ അത് ഗ്രിഡിലേക്ക് പോകും. ഗ്രിഡിലേക്ക് എന്ന് പറഞ്ഞാൽ KCBക്ക് പോകും. എന്നിട്ട് നമ്മളെ മീറ്ററിലുണ്ടാവും എത്രയാണ് നമ്മൾ KCBക്ക് കൊടുത്ത്, അതുപോലെ എത്രയാണ് നമ്മൾ വാങ്ങിയത്, ഇത് കണക്ക് കൂട്ടിയിട്ട് ഇതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. അല്ലാത്ത സിസ്റ്റംസാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ തന്നെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക, KCBക്ക് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിന് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്, ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയും. അത് നമ്മൾ KCBക്ക് കൊടുക്കുകയും ചെയ്യും, നമ്മൾ ബാറ്ററി ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇവിടെ വീട്ടിൽ വെച്ച പാനൽ അദാനിൻ്റെ പാനലാണ്. അതേപോലെ ഇൻവെർട്ടർ സോഫാറിൻ്റെ ഇൻവെർട്ടറാണ്. പാനലിന് ഏകദേശം 20-25 വർഷമാണ് വാറണ്ടി. അതേപോലെ ഇൻവെർട്ടറിന് 8 വർഷം വാറണ്ടി. ടോട്ടൽ കോസ്റ്റ് വന്നത് 1,65,000 രൂപയാണ് 3 കിലോവാട്ട് സിസ്റ്റത്തിന്. ഇപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ബില്ലൊക്കെ വെച്ച് എത്രയാണ് നമ്മൾ സേവ് ചെയ്തതെന്ന് കമ്പയർ ചെയ്യുന്നതിന് മുന്നേ മെയിനായിട്ടുണ്ടായ ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ് പറഞ്ഞുതരാം. മെയിനായിട്ടുള്ളൊരു ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, AC ഒക്കെ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ ഇടാൻ പറ്റും. നമുക്ക് കറണ്ട് ബില്ലിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നമുക്ക് AC വെച്ചാലും ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ളൂ, നമുക്ക് വളരെ അത്യാവശ്യത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ പേടിച്ചിട്ട് ഉപയോഗിക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സോളാർ വെച്ചുകൊണ്ടുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ വീട്ടിൽ ചെറിയ ബൾബൊക്കെ വാങ്ങിച്ചിട്ട് LED 10 വാട്ട്സിൻ്റെ ബൾബൊക്കെ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും 20 വാട്ട്സിൻ്റെ ട്യൂബ് ലൈറ്റ്സ് ആക്കി മാറ്റി. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതെടുത്ത് പോകുമ്പോഴൊക്കെ നമുക്കൊരു ഫ്രീ ഓഫ് മൈൻഡാണ്, കോസ്റ്റ് ഇല്ല എന്നൊക്കെയുള്ളൊരു ഫ്രീഡം ഉണ്ടാവും. പിന്നെ കുക്കിങ്ങിൻ്റെ ഒരു ഗുഡ് പോർഷൻ ഇപ്പോൾ ഇലക്ട്രിക് മാറി. ഇപ്പോൾ ഇൻഡക്ഷനും എന്താ പറയുക ഓവനൊക്കെ ആയിട്ട്. അപ്പോൾ പണ്ടെന്തോ 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഗ്യാസ് സിലിണ്ടർ മാറ്റണം. ഇപ്പോൾ ഏകദേശം 5 മാസമൊക്കെ നിൽക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ 18 മാസം കൊണ്ട് വന്ന ബില്ലുകൾ കമ്പയർ ചെയ്യാം. സോ ഈ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് സോളാർ വെച്ചതിന് ശേഷം വന്ന ബില്ലിൻ്റെ പൈസയാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ആ മന്തിൽ തന്നെ കൺസംഷൻ നോക്കിയിട്ട് ബില്ലില്ലെങ്കിൽ എത്ര ആയിരിക്കും എമൗണ്ട് വന്നിരിക്കുക എന്ന് നോക്കിയിട്ടാണ് ഈ ബിൽ എമൗണ്ട് വിത്തൗട്ട് എന്നുള്ള ഈ കോളത്തിൽ കൊടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഞാൻ സേവിങ്സും കൊടുത്ത്. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല 2023 ഡിസംബർ 6 ആ സമയത്തൊക്കെയാണ് സോളാർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഓരോ മാസത്തിൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ സോളാർ വെച്ചതിന് ശേഷം 441 രൂപ ബില്ല് വന്ന്, 158, 189, ഒരു പ്രാവശ്യം 1200 രൂപയോളം ബില്ല് വന്ന്. അത് സോളാർ ഇല്ലെങ്കിൽ 6,000 രൂപേൻ്റെ അടുത്ത് ബില്ല് വരേണ്ടതാണ്. ആൻഡ് 200, 310 അങ്ങനെയൊക്കെയാണ് ബില്ല് വരൽ. ആൻഡ് ഈ 18 മാസത്തെ ബില്ല് ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 7,600 രൂപേൻ്റെ ബില്ലടിച്ച്. ആൻഡ് സോളാർ വെച്ചിട്ടില്ലെങ്കിൽ ഉള്ള ബില്ല് എങ്ങനെയായിരിക്കും നോക്കിയിട്ട് ഒരു 48,000-49,000 രൂപേൻ്റെ ബില്ല് വരുന്നുണ്ട്. അപ്പോൾ സേവിങ്സ് ആയിട്ട് എന്താ പറയുക, ഒരു 41,000, 41,000 രൂപ എന്നൊക്കെ പറയാം. ഈ 41,000 രൂപ ഈ 18 മാസം കൊണ്ട് ഉണ്ടാക്കിയാൽ, അത് 1.5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 വർഷമൊക്കെ എടുക്കും. 6 വർഷം കൊണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അത്ര നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഈവൻ ദോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യുന്നുണ്ടെങ്കിലും 6 വർഷം എന്നുള്ളത് കുറച്ച് കൂടിയ സമയമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ പാറ്റേൺ നോക്കി എത്ര യൂണിറ്റ്സാണ് ഓരോ മന്തും കൺസ്യൂം ചെയ്തത് എന്നുള്ളതാണ് ഈ കോളം. ആൻഡ് എത്ര യൂണിറ്റാണ് ജനറേറ്റ് ചെയ്തതെന്നുള്ള കോളം. മന്ത്ലി ഒരു ആവറേജ് കൺസംഷൻ 300 യൂണിറ്റ് വരുന്നുണ്ട്. ആൻഡ് മന്ത്ലി ഒരു ആവറേജ് പ്രൊഡക്ഷൻ 260-258 യൂണിറ്റാണ് വരുന്നത്. ആൻഡ് ഈ കൺസംഷനും ജനറേഷനും ഒരു ഗ്രാഫായിട്ട് വരച്ച് നോക്കുമ്പോൾ ഈ നീല കളറാണ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, ആൻഡ് ചുവപ്പ് കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മന്ത്സിലും കൺസംഷൻ പ്രൊഡക്ഷൻ്റെ മുകളിൽ പോകുന്നുണ്ട്. വളരെ ചുരുക്കം മന്തിൽ മാത്രമാണ് കൺസംഷൻ പ്രൊഡക്ഷൻ മാച്ച് ആണുള്ളൂ. അപ്പോൾ എല്ലാ മാസവും എന്താ പറയുക, മിനിമം ഫിക്സഡ് ചാർജ് 200 രൂപേൻ്റെ അടുത്ത് വരും. നമ്മൾ പ്രൊഡക്ഷനും കൺസംഷനും മാച്ച് ആയാലും, അല്ലെങ്കിൽ നമ്മൾ തീരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും 0 ബില്ല് ഒരിക്കലും വരില്ല. മിനിമം ഫിക്സഡ് ചാർജ് ആയിട്ടുള്ള ഒരു 150 രൂപ പ്ലസ് 200-ൻ്റെയും 150 രൂപേൻ്റെ ഇടയിലായിട്ട് ബില്ല് വരും, മീറ്ററിൻ്റെയും ഫിക്സഡ് ചാർജ് ആയിട്ട്. അപ്പോൾ ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയപ്പോൾ
ഇത്ര കോസ്റ്റ് വരുമെന്ന് വിചാരിച്ചില്ല. മീൻസ് ഇത്ര ബില്ല് വരുന്നോ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് 6 വർഷം വരുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ കണക്കൂട്ടൽ പ്രകാരം 4 വർഷമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ ഡെയിലി പ്രൊഡക്ഷൻ്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 8 ഒരു 8 ചില്ലറയാണ് വരുന്നത്, 8.5 ആ റേഞ്ചിലാണ് വരുന്നത്. ഈവൻ ദോ ചില ദിവസങ്ങളിൽ 16 യൂണിറ്റിൻ്റെ അടുത്ത് 15.25 യൂണിറ്റൊക്കെ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടായ ദിവസമുണ്ട് 3 കിലോവാട്ട് സിസ്റ്റത്തിൽ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആൾമോസ്റ്റ് ഒരു 100ഓളം റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക ഡാറ്റ അനാലിസിസ് ഞാൻ ചെയ്തിന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡാറ്റ എടുത്ത് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ 100ഓളമുള്ള സിസ്റ്റത്തിൽ ഞാൻ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള പ്ലാൻസിനെ എടുത്തിട്ട് അവരുടെ പ്രൊഡക്ഷൻ പാറ്റേണും ഇവിടുത്തെ പ്രൊഡക്ഷൻ പാറ്റേണും എങ്ങനെയാണ് നോക്കി. അപ്പോൾ മനസ്സിലായ കാര്യം വെച്ചാൽ അവർക്കൊക്കെ ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ഷൻ വരുന്നത് മൺസൂണോ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ജൂലൈ ആ സമയത്തൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ഷൻ വരുന്ന സമയം വരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ഷൻ വരുന്നത് വിൻ്റർ മന്ത്സിലാണ്. നവംബർ, ഡിസംബർ, ഫെബ്രുവരി പകുതി വരെ ആ സമയത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡെയിലി പ്രൊഡക്ഷൻ്റെ ഡാറ്റ എടുത്ത് നോക്കാൻ തുടങ്ങി. അപ്പം നോക്കിയപ്പോൾ കാണാൻ പറ്റിയെന്താ വെച്ചാൽ വിൻ്റർ സമയത്തുള്ള ഡെയിലി പ്രൊഡക്ഷനിൽ മിഡ് ഡേ സമയത്ത് നല്ലൊരു ലോസ് വരുന്നുണ്ട്. 12 മണി വരെ ആൾമോസ്റ്റ് കാര്യമായ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ വിൻ്ററിൽ ആൾമോസ്റ്റ് എല്ലാ ദിവസത്തിനും അങ്ങനെ ഒരു പാറ്റേൺ സംഭവിക്കുന്നുണ്ട്. ഈ പാറ്റേൺ മനസ്സിലാക്കിയപ്പോൾ ഞാൻ റൂഫ് ടോപ്പിൽ പോയി നോക്കിയപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു 12 മണി വരെയുള്ള സമയത്ത് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു തെങ്ങിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. വിൻ്റർ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ സൂര്യന് എന്താ പറയുക രാവിലെ കേക്ക് ഉദിച്ച് അല്ലെങ്കിൽ ഈസ്റ്റ് ഉദിച്ച് പടിഞ്ഞാറ് വെസ്റ്റ് പോണ പോലെ സമ്മർ ടു വിൻ്റർ സൂര്യന് നോർത്ത് ടു സൗത്ത് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ വിൻ്റർ സമയത്ത് സണ്ണ് സൗത്ത് ഡയറക്ഷനിൽ കുറച്ച് പോകും. അപ്പോൾ സൗത്ത് സൈഡിൽ എന്തെങ്കിലും മരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു തെങ്ങുണ്ട്, അതുകൊണ്ടാണ് എന്താ പറയുക വിൻ്ററിൽ ഇത്രയും പ്രൊഡക്ഷൻ കുറയാൻ കാരണം. അതുകൊണ്ടാണ് ആദ്യം ചെയ്ത കാൽക്കുലേഷനിൽ 4 വർഷത്തിനുള്ളിൽ റിട്ടേൺ ഉണ്ടാവുന്നത് 6 വർഷം ആയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇത് കുറച്ച് വീടുകളെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഞാൻ 100ഓളം വീടുകളുടെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പാനലിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡക്ഷൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് പ്രൊഡക്ഷനിൽ ഒരു 25% ആൾക്കാർ പെട്ടതാണ്. എൻ്റെ വീട്ടിലെ മന്ത്ലി ആവറേജ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു 260 യൂണിറ്റൊക്കെയാണ് മന്ത്ലി ആവറേജ് വരുന്നത്. ആൻഡ് ഇതേ സിസ്റ്റംസുള്ള ഒരു നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 25% ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് മിനിമം ഒരു 360 മന്ത്ലി ആവറേജ് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഇവിടുത്തെ പെർഫോമൻസ് എനിക്ക് കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മന്ത്ലി ആവറേജ് 260 എന്നുള്ളത് 360 ആക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ റിട്ടേണിൻ്റെ പീരീഡ് ഇപ്പോൾ 6 വർഷത്തിൽ നിന്ന് ഒരു 3 ചില്ലറ വർഷമാകും. ഈവൻ ദോ അത് എന്താ പറയുക ഒരു 100 യൂണിറ്റിൻ്റെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരു 40% പ്രൊഡക്ഷൻ അധികരിച്ചിട്ടുള്ളെങ്കിലും 6 വർഷം എന്നുള്ളത് 3 വർഷം ചില്ലറായി മാറി. അപ്പോൾ സോളാറിൻ്റെ പെർഫോമൻസ് എന്താ പറയുക മോണിറ്റർ ചെയ്യലോ അല്ലെങ്കിൽ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ ആൾറെഡി സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ഒരാളാണ്, അതിന് നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഡക്ഷനെ പറ്റി ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എൻ്റെ പെർഫോമൻസ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പ്രൊഡക്ഷൻ്റെ ഡാറ്റ വെച്ചിട്ട് എവിടെയൊക്കെയാണ് മോശമായിട്ട് പെർഫോം ചെയ്യണമെന്നോ അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഷാഡോ വരേണ്ടതെന്നോ എങ്ങനെയാണ് നിങ്ങളെ പെർഫോമൻസ് ഉള്ളതെന്നതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡാറ്റ വെച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റും. ഇനി സോളാർ പാനലിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളർ പറയും എന്താ പറയുക 25 വർഷം വാറണ്ടി ഉണ്ട്, ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ കേൾക്കുക എന്നുള്ളത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യണം. ആൻഡ് ഒരുപാട് പൊടി പാറുന്ന ഏരിയ അല്ല, എന്താ പറയുക റോഡിൻ്റെ സൈഡിലല്ല വീട്, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടൊന്നും അങ്ങനെയാണെങ്കിൽ പോലും എന്താ പറയുക ഒരു സ്റ്റിക്കായിട്ടുള്ള ചളിയുമ്പോൾ പിടിക്കും. നമ്മൾ മഴ പെയ്ത് വെച്ചിട്ടോ ഒരുപാട് മഴ പെയ്ത് വെച്ചിട്ടൊന്നും ചളി ഉണ്ടാവില്ല ഒക്കെ പോയെന്ന് വിചാരിക്കരുത്. അതിനൊരു പ്രത്യേക തരത്തിൽ സ്റ്റിക്കായി നിൽക്കും. മഴ പെയ്തിട്ടൊന്നും പോലെ നമ്മൾ എഫേർട്ട് എടുത്ത് കഴിക്കാൻ വേണം. ആൻഡ് ഒരുപാട് കാലം കഴിക്കാതെ നിന്നാൽ ഇപ്പോൾ ഒരു 3 മാസം തന്നെ നമ്മൾ കഴിക്കാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതെ വെച്ചാൽ ഈ പൊടിയൊക്കെ നിന്നിട്ട് നമ്മളെ പെർഫോമൻസും കുറയും, മീൻസ് നമ്മളെ പ്രൊഡക്ഷനും കുറയും, ഒരു 30% കുറയൊക്കെ ചെയ്യും. ആൻഡ് 30% കുറഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ലിൽ 30% അല്ല കൂടുക, നമുക്ക് അതിനേക്കാളും കൂടും. ആൻഡ് ഒരുപാട് കാലം ക്ലീൻ ചെയ്യാന്നാൽ എന്താണ് പ്രശ്നം വെച്ചാൽ പ്രൊഡക്ഷൻ കുറയാന്ന് മാത്രമല്ല ഇത് അവിടെ ഹോട്ട്സ്പോട്ട്സ് ഫോം ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഡാമേജാണ് പാനലിൻ്റെ. അങ്ങനെ വന്നാൽ പാനലിൻ്റെ വാറണ്ടിയും പോവും. ആൻഡ് ഈ ഹോട്ട്സ്പോട്ടിനൊക്കെ പൊട്ടൻഷ്യലി തീപിടുത്തം ഉണ്ടാക്കാൻ വരെ ചാൻസ് ഉണ്ട്. ആൻഡ് ക്ലീൻ ആക്കുമ്പോൾ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ സോളാർ ഏതായാലും റൂഫ് ടോപ്പിലാണുള്ളത്. ആൻഡ് അത്യാവശ്യം വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താവും കുറച്ച് ഹൈറ്റിലും കൂടി ആയിട്ട് ആണ് വെച്ചിട്ടുണ്ടാവുക. മോസ്റ്റ്ലി എന്താ പറയുക നമ്മളെ വാട്ടർ ടാങ്കിൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതലാവും. അപ്പോൾ ആ ലെവലിൽ
ഒന്ന് പറഞ്ഞാൽ അത്ര ഉയരത്തിൽ കയറി പണിയെടുക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ആ ഉയരത്തേക്ക് മിക്കവാറും വാട്ടർ ടാങ്കിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ വെള്ളം അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നുള്ളത് ഭയങ്കരമായിട്ട് സുഖകരമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. പിന്നെ വേറൊരു മെയിൻ്റെനൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ മെയിൻ്റെനൻസ് അല്ല, ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ്. മീൻസ് ഇപ്പോൾ വരുന്ന മോസ്റ്റ് ഓഫ് ദ പാനൽസ് എന്താകും, ബൈഫേഷ്യൽ പാനൽസ് ആകും. ബൈഫേഷ്യൽ എന്ന് പറഞ്ഞാൽ സോളറിൻ്റെ മുകളിലത്തെ സർഫസിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ ഉണ്ടാവും. അതേപോലെ സോളാർ പാനലിൻ്റെ താഴെയുള്ള സർഫസിനും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴേക്ക് എങ്ങനെയും റിഫ്ലക്ഷൻ കൂട്ടുക. അതിന് ചെയ്യാൻ പറ്റിയ കാര്യം വെച്ചാൽ നമ്മൾ റൂഫിൽ മീൻസ് സോളാർ പാനലിൽ ഇൻസ്റ്റാൾ ചെയ്ത റൂഫിൽ നല്ല വൈറ്റ് പെയിൻറ്റോ വൈറ്റ് വാഷിൻ്റെ അടിച്ചാൽ നമുക്ക് റിഫ്ലക്ഷൻ കൂട്ടാൻ പറ്റും, അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. പിന്നെ വേറെ മെയിൻ്റെനൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ചെക്കപ്പൊക്കെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എൻ്റെ ഇതുവരെ പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. ഇനി ആരൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി കൺസംഷൻ 300 യൂണിറ്റിൻ്റെ മുകളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബൈ മന്ത്ലി കൺസംഷൻ 600 യൂണിറ്റിൻ്റെ മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോളാർ വെച്ചാൽ നല്ല ലാഭമായിരിക്കും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഞാൻ 300 എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിൻ്റെ ബില്ല് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലാബ് വൈസ് ആണല്ലോ. 1050 യൂണിറ്റിന് ഇത്ര പൈസ, പിന്നത്തെ 50 ഇത്ര പൈസ, അല്ലെങ്കിൽ പിന്നത്തെ 100 വേറെ പൈസ. ഇപ്പോൾ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 താഴെയുള്ള അല്ലെങ്കിൽ 50 താഴെയുള്ള യൂണിറ്റിനൊക്കെ ഒരു 3 രൂപ 65 പൈസ 60 പൈസ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അത് നേരെ മറിച്ച് 500 യൂണിറ്റിൻ്റെ മുകളിൽ പോയാൽ എനർജി കോസ്റ്റ് ഒരു യൂണിറ്റിന് 10 രൂപേൻ്റെ മുകളിൽ വരെ വരും. ഇത് ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂണിറ്റിനുള്ള കോസ്റ്റും പിന്നെ 10% സർചാർജോ സെസ്സോ എന്തോ വരില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. ആൻഡ് ഒരു 300 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് യൂണിറ്റിന് 8 രൂപേൻ്റെ മുകളിൽ വരും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 250 യൂണിറ്റിന് മുകളിലാണെങ്കിലും വെക്കാം. കൺസംഷൻ കൂടുതലാണെങ്കിൽ എന്താ പറയുക, നമ്മൾ റിട്ടേൺ ഫാസ്റ്റ് ആവും. ഞാൻ ഇത് പറയുന്നത് യൂണിറ്റ് ഇത്ര യൂണിറ്റ് വേണം വെക്കാമെന്ന് പറയാൻ കാരണം വെച്ചാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാസ്റ്റ് ആവാനാണ്. ഇപ്പോൾ നിങ്ങളൊരു EV വാങ്ങുന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ നിങ്ങൾ 250 അല്ലെങ്കിൽ 200 ആളാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് 300 400 എത്താനും ചാൻസ് ഉണ്ട്. പിന്നെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെയുള്ള ടെൻഡൻസിയാണ് എന്താ പറയുക, നമ്മളെ കൺസംഷൻ കൂടും. എൻ്റെ വീട്ടിലൊരു ആവറേജ് ഒരു 240 ഒക്കെ ആയിരുന്നു മാക്സിമം കൺസംഷൻ ഉണ്ടായിരുന്നു സോളാർ വെക്കണമെങ്കിൽ മുന്നേ. ഒരു 210 ആ റേഞ്ചിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആവറേജ് 300 മുകളിലെത്തി. ഒരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ പോകാൻ അതിന് ഒരു 4 യൂണിറ്റ് ചിലവാകും. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ആൻഡ് 1000 കിലോമീറ്ററൊക്കെ മാസം ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു 40 യൂണിറ്റ് അഡീഷണൽ കാണണം. അതേപോലെ ഒരു ഇലക്ട്രിക് കാർ വാങ്ങുകയാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ പോകാൻ ഒരു 15 യൂണിറ്റൊക്കെ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള കൺസംഷനിൽ മന്ത്ലി കൺസംഷനിക്ക് ഒരു 150 കൂടി ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ആവറേജ് മന്ത്ലി കൺസംഷൻ എന്നുള്ളത് 300 എന്നുള്ളിടത്തു നിന്ന് 500 മുകൾക്ക് സുഖമായിട്ട് പോകും. 500 മുകൾക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 6 വർഷം എടുക്കുന്നത് അത് 4 ചില്ലറ വർഷമായിട്ട് കുറയും. ഈവൻ ദോ എന്താ പറയുക, സോളാറിൻ്റെ പെർഫോമൻസ് കൂടിയിട്ടില്ലെങ്കിലും അവിടെയുള്ള തെങ്ങ് വെട്ടി അല്ലെങ്കിൽ ഷാഡോൻ്റെ പ്രശ്നം മാറിയിട്ടില്ലെങ്കിലും നമ്മളെ കൺസംഷൻ കൂടണമെന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വലിയ സ്ലാബൊക്കെ മാറണമെന്നുള്ളതുകൊണ്ട് മാത്രം തന്നെ എന്താവും, അതുകൊണ്ട് തന്നെ നമ്മളെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാസ്റ്റർ ആവും. നമ്മളെ കൺസംഷൻ മാത്രം ഹൈ ആയാൽ പോരാ, നിങ്ങൾക്ക് എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള റൂഫ് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പെടുത്തുക. പ്രോപ്പറായിട്ടുള്ള റൂഫ് മീൻസ് ലൈക്ക് പ്രോപ്പറായിട്ട് സണ്ണായിട്ടുള്ള റൂഫ് ഉണ്ടോ നോക്കുക. ഇപ്പോൾ റൂഫ് ടോപ്പിൽ പോകുമ്പോൾ നമ്മൾ കിഴക്കുന്നും പടിഞ്ഞാറുന്നുള്ള തടസ്സം ഏതായാലും നോക്കും. ഈസ്റ്റ് വെസ്റ്റ് സൂര്യന് പോകുന്ന ഡയറക്ഷനായാലും നോക്കും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് എന്താ പറയുക വടക്കും തെക്കും നോർത്തും സൗത്തും നോക്കണം നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ സമ്മറിലും വിൻ്ററിലും സൂര്യന് സൗത്ത് നോർത്ത് മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ആ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സണ്ണായിട്ടുള്ള റൂഫ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള സെറ്റപ്പ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക. ഒന്നാമത് ഇത് നല്ല ഹൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ അത്ര ഹൈറ്റിൽ പണിയെടുക്കുമ്പോൾ വൃത്തിക്ക് സുഖമായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാക്കുക ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ആക്സസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ടാങ്കിൻ്റെ വെള്ളം ബക്കറ്റിലൊക്കെ ഹൈറ്റിൽ കൊണ്ടുപോകൽ നല്ല ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പോളിസി ചേഞ്ചസ് KSEBിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റം എടുക്കുമ്പോൾ KSEBിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പോളിസി ചേഞ്ചസ് ആണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഏത് സ്കീമാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് വായിക്കുക. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ട്, ഒരു പക്ഷേ KSEBിക്ക് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നെറ്റ് മീറ്ററിംഗ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 100 യൂണിറ്റ് ഉണ്ടാക്കി KSEBി കൊടുത്തു, എന്നിട്ട് നമ്മൾ 100 യൂണിറ്റ് KSEBിന്ന് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 rupees ബില്ലാണ് അടക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ വേറെ മീറ്ററിംഗ് KSEB പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങണ ഇലക്ട്രിസിറ്റിക്ക് വേറെ പ്രൈസും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് വേറെ പ്രൈസും, അത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് നല്ല പ്രൈസ് കുറവായിരിക്കും. അത് അങ്ങനെ വരികയാണെങ്കിൽ സോളാർ വെക്കുന്നത് ഇപ്പോഴുള്ള അത്ര തന്നെ ലാഭമാവണം നിർബന്ധമില്ല.
അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് പോളിസിയാണ് ഇപ്പോൾ ഉള്ളത്, നെറ്റ് മീറ്ററിംഗ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് വരുത്തുക. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ നല്ല കൺസംഷൻ മീൻസ് 250-300 മുകളിൽ കൺസംഷൻ ഉണ്ടെങ്കിൽ 500 മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻഡ് ഡീസൻ്റ് ആയിട്ട് ഉള്ള ഒരു ടെറസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ട് ഒരു 4 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 5 വർഷത്തിനുള്ളിലൊക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ള സെറ്റപ്പിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ കൺസംഷനും നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് വെയിലൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് നിങ്ങൾ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണില്ല മീൻസ് റിട്ടേൺ വൈകിയാലും കുഴപ്പമില്ല മീൻസ് 8 വർഷമായാലോ വാറണ്ടി പീരീഡിൻ്റെ ഉള്ളിൽ റിട്ടേൺ കിട്ടിയാൽ മതി എന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ എന്താ പറയുക ഗ്രീൻ ആവാനാണ് അല്ലെങ്കിൽ ക്ലീൻ എനർജി ഉണ്ടാക്കാനാണ് എന്നാണ് എയിം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സോളാറിനായാലും നമുക്ക് കുറച്ച് ഫ്രീഡമാണ്. നമുക്കിപ്പോൾ ആ പൈസ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും ചിലപ്പോൾ അതുപോലത്തെ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സോളാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്താ പറയുക അത് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമുക്കിപ്പോൾ കുറേ ഒരു ഫ്രീഡം കിട്ടും. മീൻസ് ഇപ്പോൾ AC ഇടുന്ന കാര്യത്തിലായാലും ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ഫുൾ ഇലക്ട്രിക് മാറാനാണെങ്കിലോ ഇപ്പോൾ EVs ഒക്കെ കാറും ബൈക്കും എല്ലാം EV ആകും. അപ്പോൾ അത് ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ള ആ ഒരു ഫ്രീഡം ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ കൊണ്ട് വേറെ ഇൻവെസ്റ്റ് ചെയ്താലും സിമിലർ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്രീഡം നമുക്ക് എന്താ പറയുക ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയാം. സോ അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ മറ്റേ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. സി യാ.